പശ്ചിമേഷ്യയിൽ തുടരുന്ന സംഘർഷാവസ്ഥയും ഹോർമൂസ് കടലിടുക്കിലെ അനിശ്ചിതത്വവും ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയ്ക്ക് വലിയ വെല്ലുവിളിയായി മാറിയിരിക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണവാതക ഗതാഗത പാതകളിലൊന്നായ ഹോർമൂസ് കടലിടുക്കിലൂടെ ആഗോള ക്രൂഡ് ഓയിൽ കയറ്റുമതിയുടെ വലിയൊരു പങ്കും ദ്രവീകൃത പെട്രോളിയം വാതകത്തിന്റെ ഗണ്യമായ അളവും കടന്നുപോകുന്നു. ഈ മേഖലയിലെ സംഘർഷം രൂക്ഷമായതോടെ കപ്പൽ ഗതാഗത ചിലവുകൾ, ഇൻഷുറൻസ് പ്രീമിയങ്ങൾ, ചരക്ക് കൂലി എന്നിവയിൽ വലിയ വർധനവുണ്ടായി. ഇതാണ് ഇന്ത്യയിലേക്കുള്ള LPG ഇറക്കുമതിയുടെ ചെലവ് ഗണ്യമായി വർദ്ധിക്കാൻ ഇടയാക്കിയത്. ഇന്ത്യയുടെ ആഭ്യന്തര LPG ആവശ്യത്തിന്റെ വലിയൊരു ഭാഗം ഇറക്കുമതിയിലൂടെയാണ് നിറവേറ്റുന്നത്. പ്രത്യേകിച്ച് സൗദി അറേബ്യ, UAE, കുവൈറ്റ്, ഖത്തർ തുടങ്ങിയ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നാണ് രാജ്യത്തേക്ക് LPG എത്തുന്നത്. പശ്ചിമേഷ്യൻ മേഖലയിലെ സുരക്ഷാ പ്രതിസന്ധി മൂലം വിതരണ ശൃംഖലയിൽ തടസ്സങ്ങൾ നേരിട്ടതും ചരക്കെത്തുന്നതിൽ കാലതാമസമുണ്ടായതും ലഭ്യതയെ സാരമായി ബാധിച്ചു. ഇതോടെ സർക്കാർ എണ്ണ വിപണിയിലെ സമ്മർദ്ദം നിയന്ത്രിക്കാൻ അധിക സാമ്പത്തിക ബാധ്യത ഏറ്റെടുക്കേണ്ട സാഹചര്യം രൂപപ്പെട്ടു. ഈ പശ്ചാത്തലത്തിലാണ് ഗാർഹിക LPG സിലിണ്ടറിന്റെ വിലയിൽ 29 രൂപയുടെ വർധനവ് വരുത്തിയത്. നിലവിൽ രാജ്യത്തെ വിവിധ നഗരങ്ങളിൽ 14.2 കിലോഗ്രാം ഗാർഹിക സിലിണ്ടറിന്റെ വില ഏകദേശം 922 രൂപ മുതൽ 945 രൂപ വരെയാണ്. എന്നാൽ അന്താരാഷ്ട്ര വിപണിയിൽ LPG വാങ്ങൽ, ഗതാഗതം, സംഭരണം, വിതരണ ചെലവ് എന്നിവ ഉൾപ്പെടെ ഒരു സിലിണ്ടറിന്റെ യഥാർത്ഥ ചെലവ് 1600 രൂപയ്ക്ക് മുകളിലാണെന്നാണ് കേന്ദ്ര പെട്രോളിയം മന്ത്രാലയത്തിന്റെ വിശദീകരണം. അതിനാൽ ഉപഭോക്താക്കൾ നൽകുന്ന തുകയും യഥാർത്ഥ ചെലവും തമ്മിലുള്ള വലിയ വ്യത്യാസം സർക്കാർ വിവിധ രീതികളിൽ വഹിക്കുകയാണെന്നാണ് കേന്ദ്രത്തിന്റെ നിലപാട്. പ്രധാനമന്ത്രി ഉജ്ജ്വല യോജനയുടെ ഗുണഭോക്താക്കൾക്ക് ലഭിക്കുന്ന ആനുകൂല്യം ഇതിലും കൂടുതലാണ്. പദ്ധതിയിൽ ഉൾപ്പെട്ട കുടുംബങ്ങൾക്ക് 14.2 കിലോഗ്രാം സിലിണ്ടർ ഏകദേശം 642 രൂപയ്ക്കാണ് ലഭിക്കുന്നത്. അതേസമയം പദ്ധതിക്ക് പുറത്തുള്ള സാധാരണ ഉപഭോക്താക്കൾക്ക് ഏകദേശം 942 രൂപ നൽകേണ്ടി വരുന്നു. ഇതിലൂടെ ഉജ്ജ്വല യോജന ഗുണഭോക്താക്കൾക്ക് ഓരോ സിലിണ്ടറിനും 100 കണക്കിന് രൂപയുടെ അധിക സബ്സിഡി ലഭിക്കുന്നുണ്ടെന്നാണ് സർക്കാർ ചൂണ്ടിക്കാണിക്കുന്നത്. 2016 മെയ് 1 ആരംഭിച്ച പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന ഗ്രാമീണ മേഖലയിലെ ദരിദ്ര കുടുംബങ്ങളിലെ സ്ത്രീകളെ ലക്ഷ്യമിട്ടുള്ള ഏറ്റവും വലിയ സാമൂഹിക ക്ഷേമ പദ്ധതികളിലൊന്നാണ്. പാചകത്തിനായി വിറക്, കൽക്കരി, ചാണകക്കട്ട തുടങ്ങിയ പരമ്പരാഗത ഇന്ധനങ്ങളെ ആശ്രയിക്കുന്നതിലൂടെ സ്ത്രീകളുടെയും കുട്ടികളുടെയും ആരോഗ്യത്തിനുണ്ടാകുന്ന ദോഷഫലങ്ങൾ കുറയ്ക്കുക എന്നതായിരുന്നു പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. അടുക്കളയിലെ പുക മൂലമുണ്ടാകുന്ന ശ്വാസകോശ രോഗങ്ങൾ, കണ്ണ് സംബന്ധമായ അസുഖങ്ങൾ, മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ എന്നിവ കുറയ്ക്കുന്നതിലും പദ്ധതി നിർണായക പങ്കുവഹിച്ചതായി വിവിധ പഠനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. പുതിയ കണക്ഷൻ എടുക്കുന്ന അർഹരായ ഗുണഭോക്താക്കൾക്ക് 1600 രൂപയുടെ സാമ്പത്തിക സഹായം കേന്ദ്ര സർക്കാർ നൽകുന്നു. കൂടാതെ സൗജന്യ ഗ്യാസ് കണക്ഷൻ, ആദ്യ സിലിണ്ടർ, ഗ്യാസ് സ്റ്റൗ എന്നിവയും ലഭ്യമാക്കുന്നു. രാജ്യത്തുടനീളം കോടിക്കണക്കിന് കുടുംബങ്ങൾ ഇതിനകം പദ്ധതിയുടെ ഗുണഭോക്താക്കളായി മാറിയിട്ടുണ്ട്. ഗ്രാമീണ ഇന്ത്യയിൽ ശുദ്ധമായ പാചക ഇന്ധനത്തിന്റെ ഉപയോഗം വ്യാപിപ്പിക്കുന്നതിൽ ഉജ്ജ്വല യോജന നിർണായകമായ മാറ്റം സൃഷ്ടിച്ചതായാണ് വിലയിരുത്തൽ. അന്താരാഷ്ട്ര തലത്തിൽ താരതമ്യം ചെയ്യുമ്പോൾ ഇന്ത്യയിലെ ഗാർഹിക LPG വില പല രാജ്യങ്ങളെക്കാളും താഴെയാണെന്നാണ് കേന്ദ്ര സർക്കാർ അവകാശപ്പെടുന്നത്. പാകിസ്ഥാൻ, നേപ്പാൾ, ബംഗ്ലാദേശ്, ശ്രീലങ്ക തുടങ്ങിയ ദക്ഷിണേഷ്യൻ രാജ്യങ്ങളിൽ ഉപഭോക്താക്കൾ കൂടുതൽ വിലയാണ് നൽകുന്നത്. അതേസമയം അമേരിക്ക, കാനഡ, ഓസ്ട്രേലിയ തുടങ്ങിയ വികസിത രാജ്യങ്ങളിലും പാചകവാതകത്തിന് ഇന്ത്യൻ നിരക്കിനേക്കാൾ ഉയർന്ന വിലയാണ് ഈടാക്കുന്നത്. സർക്കാർ കണക്കുകൾ പ്രകാരം സാധാരണ ഇന്ത്യൻ ഉപഭോക്താവിന് അന്താരാഷ്ട്ര വിപണി വിലയേക്കാൾ ഏകദേശം 45% വിലക്കുറവിലും ഉജ്ജ്വല യോജന ഗുണഭോക്താക്കൾക്ക് ഏകദേശം 60% വിലക്കുറവിലുമാണ് സിലിണ്ടർ ലഭ്യമാകുന്നത്. എന്നിരുന്നാലും പശ്ചിമേഷ്യയിലെ സംഘർഷാവസ്ഥ ദീർഘകാലം തുടരുകയാണെങ്കിൽ ഇന്ത്യയുടെ ഊർജ്ജ ഇറക്കുമതി ബില്ലിൽ കൂടുതൽ സമ്മർദ്ദം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം കൂടുതൽ തടസ്സപ്പെടുകയോ ആഗോള ക്രൂഡ് ഓയിൽ, പ്രകൃതിവാതക വിലകൾ വീണ്ടും ഉയരുകയോ ചെയ്താൽ LPG വിലയിൽ കൂടുതൽ സമ്മർദ്ദം അനുഭവപ്പെടാം. അതേസമയം ഉപഭോക്താക്കൾക്ക് വിലക്കയറ്റത്തിന്റെ ആഘാതം പരമാവധി കുറയ്ക്കുന്നതിനും വിതരണ ശൃംഖല തടസ്സമില്ലാതെ നിലനിർത്തുന്നതിനും കേന്ദ്ര സർക്കാർ വിവിധ നടപടികൾ സ്വീകരിച്ചു വരുന്നതായാണ് ഔദ്യോഗിക വിശദീകരണം. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.